പുറത്തു നിന്നുള്ള ഏജൻസി KPCC അധ്യക്ഷ തിരഞ്ഞെടുക്കുന്നത് ടെൻഡർ വിളിച്ചിട്ടാണോ? കേരളത്തിലെ കോൺഗ്രസിനുള്ള ചോദ്യം, സംശയം ഇങ്ങനെയാണ്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ മുഖ്യമന്ത്രി കസേരയിൽ കൊണ്ടിരുത്തിയ സുനിൽ കനകോലു കേരളത്തിലെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് 6 പേരുടെ പട്ടിക സമർപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അതിലെന്താണ് സത്യം? ആരണി കനകോലു കർണാടകയിൽ കോൺഗ്രസ് താമര പിഴുതെറിഞ്ഞ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ അതിന് പിന്നിൽ പ്രതിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവായിരുന്നു. പിന്നെ KCR തറപിടിച്ച് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ആയപ്പോഴും കേട്ടത് കനകോലുവിൻ്റെ പേര് തന്നെയാണ് പിന്നാമ്പുറത്ത്. പാർട്ടി സമവാക്യങ്ങൾ പരസ്പരം ചേരാത്തത് കൊണ്ടാണ് കനകോലുവിനെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ചുമതല ഏൽപ്പിച്ചത്. സംഭവം സത്യമല്ലെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുമ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. കനകോലു നൽകിയതാണെങ്കിലും അല്ലെങ്കിലും 6 പേരിലധികമുള്ളൊരു പട്ടിക ദീപദാസ് മുൻഷിയുടെ കയ്യിലുണ്ട്. അതിൽ ആരാകണം ഇനി കോൺഗ്രസിൻ്റെ കേരളത്തിലെ അധ്യക്ഷനെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അതെ, 6 പേർ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാൻ ചരട് വലി തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് അത് കനകോലുവിൻ്റെ തലയിൽ കൊണ്ടങ്ങ് വെച്ചു. കനകോലു റിപ്പോർട്ടർ കെട്ടുകഥയാണെങ്കിലും KPCC അധ്യക്ഷൻ മാറിയിരിക്കും. തീരുമാനം ക്രൈസ്തവ സഭകളെടുക്കും. അതങ്ങ് ദീപദാസ് മുൻഷി അംഗീകരിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ തീരുമാനം. സാമുദായിക നേതാക്കൾ നെട്ടോട്ടത്തിലാണ്. ക്രൈസ്തവ സഭകൾ വടംവലി തുടങ്ങി തങ്ങൾക്കൊരു കോൺഗ്രസ് അധ്യക്ഷനെ നേടിയെടുക്കാൻ. കത്തോലിക്ക പ്രാന്ത്യമാണെങ്കിൽ റോജി എം ജോണും സണ്ണി ജോസഫും പരിഗണനയിലുണ്ട്. ബെന്നി ബെഹനാൻ ഡയറക്റ്റ് ഇടിച്ചു കയറാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഗാന്ധി കുടുംബത്തിലെ റോബർട്ട് വാദ്രയുടെ സ്വാധീനം വിളിച്ചു പറഞ്ഞ് ആൻ്റണിയും KPCC അധ്യക്ഷനായ രംഗത്തുണ്ട്. അങ്ങനെ നേതാക്കളുമായുള്ള ദീപദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ച അവസാന ഘട്ടത്തിൽ നീങ്ങുകയാണ്. അവരും കണക്കിലെടുക്കുന്നത് സാമുദായിക സമവാക്യം തന്നെയാണ്. ഇതേ സാമുദായിക സമവാക്യം അനുസരിച്ച് സിറോ മലബാർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് KPCC അധ്യക്ഷന മാറാനായി മുൻഗണന നൽകാനാണ് തീരുമാനം. 2014 മുതൽ നിലവിൽ ഇതുവരെ 3 KPCC പ്രസിഡന്റുമാർ ഈഴവ വിഭാഗത്തിൽ നിന്നുമാണ്. അതിൻ്റെ ഗുണം പാർട്ടിക്ക് ലഭിച്ചെന്ന് പറയാനാകില്ല എന്നാണ് ഇപ്പോൾ ക്രൈസ്തവ നേതാക്കൾ വാദിക്കുന്നത്. 92-ൽ AK ആന്റണി പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് ഒരു പ്രാതിനിധ്യവും കോൺഗ്രസിൽ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാമുദായിക സന്തുലനം മുൻനിർത്തി അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം പേരും പറയുന്നത്. സണ്ണി ജോസഫ്, റോജി എം ജോൺ എന്നിവരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും സ്ഥാനത്തിനായി ആൻ്റണിയും പരിശ്രമം തുടരുകയാണ്. സംഘടനാ രംഗത്ത് പടിപ്പടിയായി ഉയർന്നു വന്ന പ്രവർത്തന മികവാണ് സണ്ണി ജോസഫും റോജിയും എടുത്തു പറയുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ കരുത്തും തന്നെയുടെ മുഖമുദ്രയാക്കി KC മുതൽ KPCC തലം വരെ എത്തിയതാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും സണ്ണി അധ്യക്ഷനാകാൻ യോഗ്യനെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ പാർട്ടിയിലൂടെ വളർന്ന് കർണാടക തെരഞ്ഞെടുപ്പിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച റോജി എം ജോൺ അധ്യക്ഷനായാൽ കോൺഗ്രസിൽ മാറ്റത്തിൻ്റെ തുടക്കമിടുമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. എന്നാൽ ഗാന്ധി കുടുംബത്തിലെ റോബർട്ട് വാദ്രയുടെ പിന്തുണ ആവശ്യപ്പെട്ട് പാർട്ടി നേതാക്കൾക്കിടയിൽ നേതൃത്വം മുന്നേറ്റമുണ്ടാക്കാനാണ് ഇപ്പോൾ ആൻ്റണിയുടെ ശ്രമം. അപ്പോൾ ആൻ്റണിയോട് മറ്റു നേതാക്കൾ പറയുന്നത് കുറുക്ക് വഴിയിലൂടെ അധ്യക്ഷനാകാൻ ശ്രമിക്കരുതെന്നാണ്. സിറോ മലബാർ സഭയിലെ വിവിധ അധ്യക്ഷന്മാരെ സമീപിച്ച് തനിക്ക് വേണ്ടി വാദിക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ നല്ല പിന്തുണയുള്ള ആൻ്റണി. എന്നാൽ നിർണായകമായ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടാനായിട്ട് തന്ത്രമറിയുന്ന തന്ത്രശാലിയായ കുറുക്കൻ്റെ സ്വഭാവമുള്ള ഒരു കഴിവുള്ള അധ്യക്ഷനെ നിയമിക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം. കുറുക്ക് വഴിയിലൂടെ വരുന്നവരെ തടയണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. A ഗ്രൂപ്പിനായി മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ KC ജോസഫ് അദ്ദേഹം തൻ്റെ പേര് തന്നെ നേരിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 80കളിലെ യുവ നേതാവായിരുന്നു താൻ എന്നാണ് അവകാശവാദം. എന്തൊക്കെ പറഞ്ഞാലും ദീപദാസ് മുൻഷി ഇതെല്ലാം കേട്ട് കഴിഞ്ഞു. അങ്ങനെ കനകോലു പറഞ്ഞാലും ഇല്ലെങ്കിലും 6ഓളം പേരുടെ പട്ടിക കോൺഗ്രസ് അധ്യക്ഷനാകാൻ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് തന്നെയാണ്. പക്ഷേ തീരുമാനം പോകേണ്ടത് ഇവിടെ നിന്ന് ദീപദാസ് മുൻഷിയുടെ പക്കൽ നിന്നുമാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.